ഇനി നമുക്കൊന്ന് കായംകുളത്തേക്ക് പോവാം. അവിടെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവ്. കായംകുളം UDF കൺവീനർ A ഇർഷാദാണ് മോശം പരാമർശം നടത്തിയത്. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് CPIM വ്യക്തമാക്കി. നേതൃത്വം മറുപടി പറയണമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ആവശ്യപ്പെട്ടത്. കായംകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭയെ വളരെ മോശമായി ആക്ഷേപിച്ചുകൊണ്ട് UDFിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ എർഷാദിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. വളരെ ശക്തമായി അതിനെ അപലപിക്കുകയാണ്. ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഒരു സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്താണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളവരെ ഈ രൂപത്തിൽ അപമാനിക്കാനും ആക്ഷേപിക്കുവാനും വളരെ മോശപ്പെട്ട പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ലിഡിയ ജേക്കബ് ചേരുകയാണ്. ലിഡിയ, അങ്ങേയറ്റം മോശം പരാമർശമാണ്, സ്ത്രീവിരുദ്ധ പരാമർശമാണ്, സ്ത്രീത്വത്തെ ഒന്നാകെ അപമാനിക്കുന്നതാണ്. ആ നിലയിലുള്ള ഒരു പരാമർശം മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ടല്ലേ അതിനോടൊപ്പം തന്നെ? അക്ഷിത, തീർച്ചയായും അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ളൊരു പരാമർശമാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം കായംകുളം UDF കൺവീനറായിട്ട് കൂടിയിട്ടുള്ള A ഇർഷാദ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങളാണ് അതിൽ ഉയരുന്നത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ കുറിച്ച് എന്നല്ല, ഒരു ആളെക്കുറിച്ച് ഒരാളെ കുറിച്ചും ഇത്തരത്തിലൊരു പരാമർശം, അങ്ങനെയുള്ള നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് ഈ മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. വാക്ചാതുര്യവും ശരീരത്തിന്റെ അഴകും ഉപയോഗിച്ച് അത് വിൽപ്പനയ്ക്ക് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന തരത്തിലുള്ള വലിയ മോശകരമായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിനെ ശക്തമായിട്ട് അപലപിക്കുകയാണ് CPM ചെയ്യുന്നത്. അതിനെതിരെ പ്രതിഷേധ നടപടികളും അതുപോലെ തന്നെ നിയമ നടപടികളും നടത്താൻ ഒരുങ്ങുകയാണ് CPM എന്നുള്ളതാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടും മാന്യതയോടും കൂടി സംസാരിക്കണം, പ്രത്യേകിച്ചൊരു പൊതുവേദിയിൽ സംസാരിക്കണം നടക്കമുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമായിരിക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശം ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നടന്ന UDFിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരിക്കുക കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.